അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്നും കൂടെ ക്രിയേറ്റീവ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ പേപ്പർ ഉപയോഗിച്ച് ഇതേപോലത്തെ ഒരു ബൂമറാങ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് എറിയേണ്ട വിധം ഇങ്ങനെയാണ്. അതായത് ഇത് എങ്ങോട്ട് എറിഞ്ഞാലും നമ്മുടെ അടുത്ത് തന്നെ തിരിച്ചു വന്നിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് എറിയേണ്ട വിധം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ വശം പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ എറിയുക. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ അത് തിരിച്ചു വരും. അപ്പോൾ ഇത് എങ്ങോട്ടെറിഞ്ഞാലും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഒറിഗാമി മെത്തേഡിൽ ഒരു ബൂമറാങ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഒരു A4 സൈസ് പേപ്പർ എടുക്കുക. എന്നിട്ട് ആ A4 സൈസ് പേപ്പറിനെ കറക്റ്റ് 2 പീസായിട്ട് ഇങ്ങനെ കീറുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് അതായത്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്യുക. ആദ്യമേ നിങ്ങളിത് ഇങ്ങനെ മടക്കുക, കറക്റ്റ് പകുതി വെച്ച് ഇങ്ങനെ മടക്കുക. ഞാൻ നേരത്തെ മടക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. എന്നിട്ട് കറക്റ്റ് ഈ നടുവിലെ ലൈൻ കേന്ദ്രീകരിച്ച് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുക. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് ഇങ്ങനെ ഒന്ന് മടക്കുക. യെസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കുക, ഇങ്ങനെ മടക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് നടുവിൽ വെച്ചത് ഇങ്ങനെ മടക്കുക. അതേപോലെ തന്നെ ഇതാ ഇങ്ങനെ മടക്കുക. യെസ്, ഇങ്ങനെ മടക്കാം. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സൈഡ് അങ്ങനെ ചെയ്യുക. യെസ്, നമ്മൾ ചെയ്തിരിക്കണം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക, ഇത് ഓപ്പൺ ആക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെ കാണാൻ സാധിക്കും, ഇങ്ങനെ ഒന്ന് മടക്കുക. അതായത് സിമ്പിളാണ്. ഇതാ ഇങ്ങനെ ഒന്ന് മടക്കിയാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ ഇതിനെ ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇതിനൊന്ന് ഇങ്ങോട്ടാക്കിയതിന് ശേഷം ഇങ്ങനെ വയ്ക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കുക. ഇങ്ങനെ ആക്കിയിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കുക. യെസ്. അപ്പോൾ നമ്മുടെ ബൂമറാങ്ങിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിരിക്കണം. ഇനി നിങ്ങളൊരു ഗ്ലൂ എടുത്തതിന് ശേഷം ഇതാ ഇവിടെ അങ്ങ് ഒട്ടിക്കുക, ഈ ഭാഗം. യെസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്കറിയാം ഈ ബൂമറാങ്ങിന് 2 അറ്റമുണ്ട്, അതായത് 2 വശമുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ ചെയ്യുക. എന്ന് കാണാൻ സാധിക്കും. ഇതിനെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇപ്പോഴത്തെ സൈഡ് എടുത്തിട്ട് നിങ്ങൾ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇതൊരു ഗ്യാപ്പ് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് നമ്മൾ ഇതിനെ ഇങ്ങനെ വയ്ക്കുക. യെസ്, നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ നമ്മൾ ഈ സൈഡും ചെയ്യുക. യെസ്, നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ സൈഡും ഇങ്ങനെ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വച്ച് കൊടുക്കുക. യെസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ ബൂമറാങ് എറിയാമെന്ന് ഇപ്പോൾ കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എറിയാമെന്ന് പഠിക്കാം.